പുതിയ ചില പ്ലാനുകൾ അവതരിപ്പിച്ചിരിക്കുന്നു അഭിജിത് ദീപ്കയും CJPയും. അതിപ്പോൾ നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടതുപോലെ ഈ വിദ്യാർത്ഥികളും സമൂഹവും അവരുടെ പുതിയ നീക്കങ്ങളെയും ഏറ്റെടുക്കും എന്നത് തോന്നലുണ്ടോ? ഒന്നാമതായിട്ട് നമ്മുടെ പാർലമെൻ്ററി ഡെമോക്രസിയിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ, ഒരു പാർട്ടി ഉണ്ടാവുക എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കണ്ടുകൊണ്ടാണ് പൊതുവിൽ പാർട്ടികൾ രൂപം കൊള്ളുന്നത്. അങ്ങനെയോ അല്ലാതാവാം, പുതിയൊരു മാർഗമാകാം. കാരണം ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ നിലപാടെടുക്കുന്ന സമയത്ത് വോട്ട് ഒരു പ്രധാന ഘടകമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വോട്ട് കിട്ടാൻ സഹായിക്കുന്നതാണോ അത് നഷ്ടപ്പെടുത്തുന്നതാണോ എന്ന ആലോചനയില്ലാതെ ഒരു നിലപാടെടുക്കുക സാധ്യമല്ല. പല കാര്യങ്ങളും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ അച്ചുതണ്ടായിരുന്ന കോൺഗ്രസ് തന്നെ പിൽക്കാലത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയപ്പോൾ അവർക്ക് അന്നുണ്ടായിരുന്ന ആ സമരത്തിൻ്റെ ഭാഗമായി കൈക്കൊണ്ടിരുന്ന നിലപാടുകളെ തന്നെ അതേപോലെ പിന്തുടരാൻ കഴിയാതെ വന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും ശരിയാണ്. ഇപ്പോഴും അവർക്ക് അവരുടെ വിപ്ലവ മാർഗം തന്നെ പിന്തുടർന്നുകൊണ്ട് അവർക്ക് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതും തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ CJP ഒരു പാർട്ടിയാണ്, എന്നാൽ അവർ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. എന്താ അതിൻ്റെ കുഴപ്പം? നല്ലതാണ്. കാരണം വെച്ചാൽ ഇവിടെ ഈ പറയുന്ന നിലപാടുകൾ എടുക്കുന്നതിന് കൃത്യമായി ഒരു മാനദണ്ഡം അവർക്കുണ്ട്. യുവാക്കൾ, വളർന്നു വരുന്ന തലമുറ, അവരുടെ ഭാവി, ഇതിനെ മുൻനിർത്തിയുള്ള നിലപാടുകൾ എടുക്കുക. അത് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഒരു വെർട്ടിക്കൽ ലൈനിൽ നോക്കുകയാണെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും എന്താണെന്ന് വെച്ചാൽ ഓരോ വോട്ട് ബാങ്ക് ഉണ്ട്. BJPക്ക് ഒരു ഹിന്ദു വോട്ട് ബാങ്ക്, മറ്റ് ചില പാർട്ടികൾക്ക് ഇപ്പോൾ അഖിലേഷ് യാദവിൻ്റെ പഴയ മുലായം സിംഗിൻ്റെ പാർട്ടി, പിന്നെ SPക്ക് ഒരു വേണമെങ്കിൽ ഒരു മുസ്ലിം വോട്ട് ബാങ്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ, യാദവ വോട്ട് ബാങ്ക്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഫീഡറാണ്. എന്താ വെച്ചാൽ അതിൽ നിന്നുള്ള സംഗതിയിലൂടെയാണ് അവരുടെ നിലനിൽപ്പ്. ഇപ്പോൾ ജോലി കിട്ടാത്ത, വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുന്ന, മറ്റു തരത്തിലുള്ള പ്രതീക്ഷകൾ മുടങ്ങിപ്പോകുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ അവരുടെ ആ ആവശ്യവും പ്രതീക്ഷയും അല്ല അവരുടെ ഒരു സംഗതി മുന്നോട്ട് വയ്ക്കാൻ ഈ പാർട്ടികളുടെ അല്ലാത്തൊരു പ്ലാറ്റ്ഫോം അവർക്ക് കിട്ടുന്നു. അവർ യഥാർത്ഥത്തിൽ അവരുടെ ഐഡൻറ്റിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഹിന്ദു ഐഡൻറ്റിറ്റി ഉണ്ടാവാം, മുസ്ലിം ഐഡൻറ്റിറ്റി ഉണ്ടാകാം, ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി ഉണ്ടാവാം, വാട്ടവർ. പക്ഷെ അവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു പാർട്ടി അവർക്ക് ഉണ്ടാകുന്നു. അവർ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. അതൊരു ഹൊറിസോണ്ടൽ സംഗതിയാണ്. നമ്മൾ ഈ പറയുന്ന വേർട്ടിക്കലായിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണാമെങ്കിൽ അതിനെ അക്രോസ് ദാറ്റ് ഒരു വേർട്ടിക്കലാണ്. അതും കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയാൽ എന്താണ് സംഭവിക്കുക? അവർക്കിത് നഷ്ടപ്പെടും. അവിടെ പിന്നെ പലതരത്തിലുള്ള ആശയഭിന്നതകളുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. ആ രാഷ്ട്രീയ പാർട്ടികളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പിന്നെ ഒരു സ്വാധീനം അവർക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരു നിലപാടെടുക്കേണ്ടി വരും എന്നുള്ളത്. ഇപ്പോൾ ഞാനൊരു ചെറിയ കാര്യം മാത്രം പറയാം. ഇപ്പോൾ പിന്നെ ഈ CJPയിൽ തന്നെ സംവരണവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് ആലോചിച്ച് കഴിഞ്ഞാൽ സംവരണ വിരുദ്ധർ തൊട്ട് സംവരണ അനുകൂലികൾ വരെയുള്ള ആളുകൾ അതിനകത്ത് ഉണ്ടായേക്കാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ വരുന്ന അവരുടെ ഐഡൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പല നിലയ്ക്കാണ്. അപ്പർ കാസ്റ്റ് ഉണ്ടാവും, ലോവർ കാസ്റ്റ് ഉണ്ടാവും, മുസ്ലിംസ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷേ അതെല്ലാം വിട്ട് അവർ ഈ ഒരു കോമൺ അജണ്ടയിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഈ പ്രശ്നം അവർക്ക് നേരിടേണ്ടി വരുന്നില്ല. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആവശ്യമാണ്. കാരണം ജനാധിപത്യത്തെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ പീപ്പിൾസ് വോയിസ് എക്സ്പ്രസ് ചെയ്യപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വളരെ ആരോഗ്യകരമാണ്. അതാണ് ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതാണ് ഇല്ലാത്തത്. നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് അതാണ്, അല്ലേ? ഒരു സ്വഭാവമുള്ള ഒരു സംഘടനയിൽ നിന്നൊക്കെ നമ്മൾ എല്ലാ വിഷയത്തിലും അങ്ങനെ ഒരു ജനങ്ങളുടെ ശബ്ദമായി മാറാൻ കഴിയുന്ന ഒരു സംഗതിയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവരും കൂടി ഭരണത്തിലും ഒക്കെ പങ്കാളികളാവുമ്പോൾ അവർക്ക് പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരികയാണ്. നോ കോംപ്രമൈസ് ഓൺ ദീസ് ഇഷ്യൂസ് എന്നുള്ളൊരു സാധനത്തിൽ അവർ നിൽക്കുകയാണ്. അത് നോക്കാം നമുക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് എന്താണ്. ഇപ്പോൾ അവരെന്ന് വെച്ചാൽ BJPക്കെതിരാണ്. BJPയാണ് ഭരണത്തിൽ. അത് അവരുടേതായിട്ടുള്ള ആ നിലപാടുകളോ ആ നയരൂപീകരണത്തിൽ അവരാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അവർ BJPക്കെതിരാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ അവർക്ക് കോൺഗ്രസിനെ എതിർക്കേണ്ടി വരും. കോൺഗ്രസിൻ്റെ നയങ്ങളോട് എതിർപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടി വരും, സമരം ചെയ്യേണ്ടി വരും. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറയുന്ന ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി അവർ തുടരണമെന്ന് തന്നെയാണ്. അത് വളരെ നല്ല തീരുമാനമാണ്. അതിനകത്ത് ഉടനടി ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് സംഭവിച്ച സംഗതി നമ്മൾ കണ്ടില്ലേ. അവർ വിചാരിച്ചാൽ ശരിയാണ്, അവർക്ക് വലിയ തോതിലുള്ള പിന്തുണ വരുന്നു.
പിന്നെ അവർ അത് മുതലാക്കുന്നു. അവർ ഉടനെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, നല്ല വിജയം നേടുന്നു, ഡൽഹിയിൽ വലിയ വിജയം നേടുന്നു. പക്ഷേ ഒരു എന്താ പറയുക, ഒരു ദീർഘകാലത്തേക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അവരും ഭരണത്തിൻ്റെ പലതരത്തിലുള്ള ജീർണതകൾ അവരെ ബാധിച്ചു, സംശയമില്ലല്ലോ. അവരിൽ തന്നെ പലരും വീണ്ടും BJPയുടെ പാളയത്തിലേക്ക് മടങ്ങി പോകുന്ന അവസ്ഥയുണ്ടായി. അതിൽ നിന്നെല്ലാം മുക്തമായി അതൊരു പാഠമായി കണ്ടുകൂടാ. ആം ആദ്മി പാർട്ടി കാരണം അഭിജിത് ദീപ്കെ അവരുടെ ക്യാമ്പയിനിൽ ഉണ്ടായിരുന്ന ആളാണ്. എനിക്കൊന്ന് സൗരവും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക്, സൗരവല്ല മറ്റേ അശുതോഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള പാഠങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മുന്നിൽ. ആ പാഠം മനസ്സിലാക്കിയുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് നല്ലതാണ്. മാത്രമല്ല അടുത്ത മാസം അവർ നടത്താൻ പോകുന്ന ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ ഈ മൊമെൻറ്റം കാത്തു സൂക്ഷിക്കുന്നതിന് വളരെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് ചെറുതല്ലാത്തൊരു സംഗതി നമ്മുടെ എന്താ പറയുക, ഈ രാഷ്ട്രീയ മേഖലയിൽ സൃഷ്ടിക്കും, ഒരു ഓളം സൃഷ്ടിക്കും. അത് വെറുതെ ആവില്ല. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം സമരം ചെയ്യുന്നത് പോലെ തന്നെയാണ് അവർ ഈ ജൻസി അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കും. ഈ യാത്ര, ഈ വരാൻ പോകുന്ന ക്യാമ്പയിൻ നോക്കിയോ നിങ്ങൾ, മറ്റൊരു തരത്തിൽ ഭയങ്കര ആഘോഷമായി മാറും. അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും, സംശയമില്ല.